ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എക്സോഡസ് ലൈവിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഈ കർത്തൃദിനത്തിൽ ഉന്നതനായ ദൈവത്തെ ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം. ആരാധനാത്മകമായ ഒരു ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പൂർവ്വസ്ഥിതി എന്തായിരുന്നെന്നും ഇപ്പോൾ എന്തായിത്തീർന്നുവെന്നും. വാട്ട് വാസ് അവർ ഓൾഡ് കണ്ടീഷൻ ആൻഡ് വാട്ട് വി ഹാവ് ബിക്കം നൗ. 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 3 വിശേഷണങ്ങൾ നമ്മുടെ പഴയ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ നാം വായിച്ചതാണ്. ഒന്നാമതായി അവിടെ പറയുന്നു, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ, വി വെർ ഹെൽപ്ലെസ് പീപ്പിൾ. ബലഹീനർ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മിൽ തന്നെ യാതൊരു ബലവും ഇല്ലാത്ത അവസ്ഥയെന്നാണ്, തളർന്ന ഒരവസ്ഥ. ഉദാഹരണമായി പറഞ്ഞാൽ, നാം പാപത്തിൻ്റെ കിടക്കയിൽ തളർന്നു കിടക്കുകയാണ്. നമ്മുടെ കരം പോലും ഒന്ന് ഉയർത്തുവാൻ നമ്മൾ യാതൊരു ശേഷിയും ഇല്ലാതായി തീർന്നിരിക്കുന്നു. 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം രണ്ടാമതായിട്ട് വായിക്കുന്നു, നാം പാപികൾ ആയിരിക്കുമ്പോൾ, വി വർ സിന്നേഴ്സ്. നാം ബലഹീനർ മാത്രമല്ല, നാം പാപികളും ആയിരുന്നു. പാപം എന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നതാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവം വെച്ച ലക്ഷ്യം തെറ്റിച്ച് ദൈവത്തിന് എതിരെ സഞ്ചരിക്കുന്നവരായിരുന്നു നാം ഓരോരുത്തരും. 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചിരുന്നു. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. യാതൊരു യോഗ്യതയും അവകാശപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഇല്ല. നാം അത്രമാത്രം അധപ്പതിച്ചവരായിരുന്നു. 3-ാമതായി 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, നാം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ, വി വെർ എനിമീസ് ഓഫ് ഗോഡ്. ദൈവത്തോട് എതിരെ നിന്നവർ, യാതൊരു ബന്ധവും ദൈവമായിട്ടല്ലായിരുന്നു. അതായിരുന്നു പ്രിയരെ നമ്മുടെ അവസ്ഥ. ബലഹീനരായിരുന്നു, പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു. എന്നാൽ നാം വായിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി ക്രിസ്തുവേശു ക്രൂശിൽ മരിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ദൈവം നമ്മോട് പ്രദർശിപ്പിച്ച 3 കാര്യങ്ങൾ, 3 യാഥാർത്ഥ്യങ്ങൾ ഇതേ അധ്യായത്തിൽ പറയുന്നുണ്ട്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിനു നമ്മോടുള്ള സ്നേഹത്തെ ക്രിസ്തുവേശുവിൻ്റെ മരണത്താൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായി തീർന്നിരിക്കുകയാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിക്കുവാൻ തുനിയുമായിരിക്കും. അപ്പോൾ നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭമായിരിക്കുമ്പോൾ, ദുഷ്ടനു വേണ്ടി, പാപിക്കു വേണ്ടി, ബലഹീനു വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ആരും ഒരിക്കലുമില്ല. എന്നാൽ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ മഹാത്മ്യം. നമ്മുടെ ഗുണം കണ്ടിട്ടല്ല, നാം ബലഹീനരായിരുന്നിട്ട് നമ്മെ ദൈവം സ്നേഹിച്ചു. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്കായി ഏൽപ്പിച്ചു നൽകി. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വീണ്ടും വായിക്കുന്നു, അവൻ്റെ രക്തത്താൽ നീതീകരിച്ചു. ക്രിസ്തുവേശുവിൻ്റെ മരണത്താൽ നമ്മെ നീതീകരിച്ചിരിക്കുന്നു. പാപികളായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു പ്രഖ്യാപനം നമ്മെക്കുറിച്ച് നടത്തുകയാണ്. നീതിമാന്മാർ നമ്മെ ക്രിസ്തുവേശുവിൽ നീതീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പറയാം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. നമ്മെ ഇന്ന് നീതീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മെ നീതിമാന്മാരുടെ ഗണത്തിൽ ദൈവം എണ്ണിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാമതായി നാം വായിക്കുന്നു, അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ദൈവത്തോട് ശത്രുക്കളായിരുന്നു നാം. എന്നാൽ ദൈവത്തിനും നമുക്കും ഇടയിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി ദൈവത്തോട് സമാധാനമുള്ളവരാക്കി നിരപ്പ് ഇന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയമക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നു. പ്രിയരെ, കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ബലഹീനരായിരുന്നു നമ്മെ സ്നേഹിച്ച ഒരു ദൈവം,
ബലഹീനരായിരുന്ന നമ്മെ സ്നേഹിച്ച ദൈവം, പാപികളായിരുന്ന നമ്മെ നീതിമാന്മാരാക്കി തീർത്ത ദൈവം, ശത്രുക്കളായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിൻ്റെ മരണത്താൽ ദൈവത്തോട് ഇന്ന് നിരപ്പിച്ചിരിക്കുന്നു. നമുക്ക് പ്രശംസിപ്പാൻ സ്വയത്തിൽ യാതൊന്നുമില്ല. റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നുവല്ലോ, ക്രിസ്തുയേശു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തോളം ഉയർത്തുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണല്ലോ ഇത്. ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ അവിടുത്തെ ആരാധിക്കാനായി തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്കായി നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ ധ്യാനം ഇന്ന് രാവിലെ നമ്മുടെ ആരാധനയെ കൂടുതൽ സന്തോഷമുള്ളതാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മുടെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യം കൂടെ വായിക്കുന്നു. ബറബാസോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കുലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു. ഇന്ന് രാവിലെ ഈ അനുഗ്രഹീതമായ വചനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുകയും കർത്താവിനെ ആരാധിപ്പാൻ വലിയവനായ ദൈവത്തിന് മുൻപാകെ തലവണക്കുവാൻ നമ്മെ കൂടുതൽ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുകയാണ്. യേശു ബന്ധനസ്ഥനായി നീതിപീഠത്തിൻ്റെ മുൻപിൽ അന്ത്യവിധിക്കായി കാത്തു നിൽക്കുന്നു. സംഭവിക്കേണ്ടവയാണ് ഇവയെല്ലാം എന്ന അറിവ് പൂർണ്ണമായും യേശുവിനുണ്ട്. പൂർവകാല നിത്യതയിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ശരീരം സ്വീകരിച്ച് നിൽക്കുന്ന ഈ കാഴ്ച അധികം പേർക്കും നിശ്ചയമുള്ള കാര്യം അല്ല. തച്ചനായ ജോസഫിൻ്റെ മകനാണ് ഈ നസറേനായ യേശുവെന്ന് ഒരു കൂട്ടർ, മറിയയുടെ വ്യഭിചാരപുത്രൻ, വ്യഭിചാര സന്തതി എന്ന് അധിക്ഷേപിക്കുന്നവരും ഉണ്ട്. യേശുവിന് പ്രവാചകൻ എന്ന പരിഗണന നൽകി ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം പലസ്തീനായിൽ നിലവിലുണ്ട്. യേശുവിനെ ചതിയനെന്ന് മഹാപുരോഹിതന്മാർ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യരെ അവിടുന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് യേശുവിന് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അത് അവിടുന്ന് ആഗ്രഹിച്ചുമില്ല. പിതാവായ ദൈവം യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ്. ഇതിലും വലിയ ഒരു സാക്ഷ്യവും അംഗീകാരവും യേശുവിന് ആവശ്യം ഇല്ലായിരുന്നു. നാം വായിച്ചതുപോലെ ആ കാലത്തെ ശ്രുതിപ്പെട്ട ഒരു കുറ്റവാളി ഇപ്പോൾ യഹൂദമതത്തിൻ്റെ ചിന്തയിലുണ്ട്. അവരുടെ നേതൃനിരയിൽ
ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ബറബ്ബാസിനെ കുറിച്ചാണ്. ബറബ്ബാസ്, ബർ അബ്ബാസ് എന്നാണ് അവൻ്റെ പേര് വിഭജിച്ചാൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ബർത്തിമായി, ബറയോനായ ശിമോൻ, ബറേസു പോലെ ബറബ്ബാസ്, ബർ അബ്ബാസ് ആണ് അവൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരും യേശു തന്നെ ആയിരുന്നു. എന്നാൽ അബ്ബാസിൻ്റെ മകൻ യേശു എന്നായിരുന്നു അവൻ അറിയപ്പെടേണ്ടിയിരുന്നത്. അങ്ങനെയാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. ആണ്ടിലൊരിക്കൽ നടക്കുന്ന പെസഹ ഉത്സവ ദിനത്തിൽ മിസ്രൈമിൽ ആദ്യമായി നടന്ന ആദ്യജാതന്മാരുടെ വിടുതലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരാചാരം കൂടെ നടക്കുകയാണ്. ഒരു കൊടും കുറ്റവാളിയെ സ്വതന്ത്രനായി വിടുക. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മിക്ക രാജ്യങ്ങളിലും തടവിൽ കഴിയുന്ന ആളുകളെ ഇങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒഴിവാക്കുന്നുണ്ട്, സ്വതന്ത്രരായി വിടുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നിരവധി കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാറുണ്ട്. നഗരമധ്യേ നടന്ന കലഹത്തിൽ കൊലപാതകവും ഉണ്ടായി. മുഖ്യപ്രതി ബറബ്ബാസ് എന്ന യേശു ആയിരുന്നു. പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എടുക്കാൻ അനുവദിച്ചിരിക്കുന്ന ന്യായപ്രമാണം ജീവനെടുത്ത ബറബ്ബാസിന് വിധി എഴുതി വച്ചിരിക്കുകയാണ്, അവൻ്റെയും ജീവൻ എടുക്കുക എന്ന്. ഇനി അത് നടപ്പാക്കിയാൽ മാത്രം മതി. അവനിപ്പോൾ തടവിൽ കഴിയുകയാണ്, ജീവനെടുക്കപ്പെടുന്ന ആ ദിവസവും കാത്ത്. നസ്രയനായ യേശുവിനെയും ബറബ്ബാസ് യേശുവിനെയും കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഒരാൾ പീലാത്തോസിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്, അപരൻ കൊലക്കയർ കാത്ത് ജയിലറയിലും. ഒരാൾ മരണമൊഴികെ മറ്റൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ്. ജയിലറയിൽ കിടക്കുന്നവനോ എങ്ങനെയെങ്കിലും ജീവിതവും ജീവനും തിരിച്ചു പിടിക്കാൻ പറ്റിയെങ്കിൽ എന്ന ആഗ്രഹത്തിലുമാണ്. ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി കുത്തിക്കൊണ്ട ക്രൂര മനസ്സുകളുടെ നിലവിളി അന്തരീക്ഷത്തിൽ നിറയുകയാണ്. നേതൃത്വം നൽകി മഹാപുരോഹിതന്മാർ തന്നെ രംഗത്തുണ്ട്. സന്നിധി സംഘങ്ങളുമുണ്ട്, അവരുടെ സേവകരുണ്ട്, സഹസ്രാധിപനും പടയാളികളുമുണ്ട്. യേശുവിരുദ്ധരായ ഒരു വലിയ കൂട്ടം മതഭ്രാന്തരും കൂടിയിട്ടുണ്ട്. രണ്ടിലൊന്ന് ഇന്ന് തീർപ്പാക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണവർ. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ നാടിന് വേണ്ട, ഞങ്ങളുടെ മതത്തിനും വേണ്ട. ക്രൂരതയും പകയും കൊലയും വിശ്വസിക്കുന്ന, അവ നടപ്പാക്കാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ ബറബ്ബാസ് മകൻ യേശുവിനെ മതി ഞങ്ങൾക്ക്. പീലാത്തോസിൻ്റെ കർണപുടങ്ങൾ പൊട്ടിപ്പോകുമാറ് അവർ നിലവിളിച്ചു കൊണ്ടിരുന്നു. ബറബ്ബാസിൻ്റെ തടവറ വാതിൽ തുറക്കപ്പെട്ടു. ഭയന്ന് വിറച്ച് അവൻ ചാടി എഴുന്നേറ്റു എന്നെനിക്ക് തോന്നുകയാണ്. അയ്യോ എന്നവൻ അലറിക്കാണും. ഇത്ര പെട്ടെന്ന് മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പടയാളികൾ വന്നുവോ എന്ന് അവൻ ആശങ്കപ്പെട്ട് കാണും. അവൻ്റെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ചങ്ങലകൾ ഊരിമാറ്റി പുതിയ കയ്യാമം അവനെ അണിയിച്ചു. ദയനീയമായി അവൻ അവരെ നോക്കിക്കാണും. ഇപ്പോൾ വരെ പുറത്തു നടന്ന കാര്യങ്ങളൊന്നും ബറബ്ബാസ് അറിഞ്ഞിട്ടില്ല. ഒരു സന്ദേശവും അവന് ലഭിച്ചിട്ടില്ല. അവൻ്റെ മുട്ടുകൾ ആടി, അരുടയെ പഴിഞ്ഞുപോയി. ഏതോ മൈതാനത്തൊരുക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇന്ന് പരസ്യമായി തൻ്റെ കുറ്റം വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ട് താൻ കൊല്ലപ്പെടുവാനായിട്ട് പോകുന്നു. അതിനായി പടയാളികൾ, പട്ടാളക്കാർ തന്നെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നു എന്ന ചിന്തയോടും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധത്തോടും കൂടെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടൊപ്പം അവൻ അവർക്കൊപ്പം നടന്നു. പീലാത്തോസിൻ്റെ അരമനയോട് അടുക്കും തോറും വലിയ പുരുഷാരത്തിൻ്റെ ആരവം അവൻ കേൾക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് അവൻ വേർതിരിച്ചെടുത്തു സ്വന്തം പേര്. ബറബ്ബാസിന് വേണ്ടി വലിയ ജൈവിളികൾ, അവനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള വലിയ ആക്രോശങ്ങൾ, വലിയ ജൈവിളികൾ. അവൻ അമ്പരന്നു പോയി. കാര്യങ്ങൾ അവന് വ്യക്തമായിരുന്നില്ല. അവൻ ഹാജരാക്കപ്പെട്ടതോടുകൂടെ നാടുവാഴിയുടെ നിർദ്ദേശപ്രകാരം കയ്യാമം അവനിൽ നിന്ന് അഴിച്ചു മാറ്റി. അവൻ ആശ്ചര്യപ്പെട്ടു. പീലാത്തോസിൻ്റെ പ്രഖ്യാപനം വന്നു. പെസഹ ഉത്സവത്തോടനുബന്ധിച്ച് വർഷം തോറും ഒരു തടവുകാരനെ സ്വതന്ത്രമാക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിന് പ്രകാരം നിങ്ങൾ ആവശ്യപ്പെട്ട ബറബ്ബാസ് എന്ന ഈ യേശുവിനെ
ഞാൻ വിട്ടുതരുന്നു. നസറേനായ യേശുവിനെ ക്രൂശിപ്പാൻ വിധിക്കുന്നു. വിജയം നേടിയ, സമരം ജയിച്ച ജനക്കൂട്ടം ബറബാസിനെ തോളിൽ കയറ്റിവെച്ച് തുള്ളിച്ചാടി ആഘോഷം പൂർത്തിയാക്കി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ചുള്ള അറിവ് ബറബാസിനുണ്ടായിരുന്നു. യഹൂദയിലും ഗലീലയിലും ശമരിയിലും നടത്തിയിട്ടുള്ള അവൻ്റെ വീര്യപ്രവൃത്തികൾ, പ്രഭാഷണ പരമ്പരകൾ, അത്ഭുതങ്ങൾ ഇവയെല്ലാം അവൻ അറിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവനും ജീവിച്ചിരുന്നത്. താനോ ഒരു ക്രിമിനൽ, നിഷ്ഠൂരൻ, കൊലപാതകൻ, സമൂഹത്തെ ദ്രോഹിച്ചവൻ. അവനാണ് മരിക്കേണ്ടിയിരുന്നത്, അഥവാ ഞാനാണ് മരിക്കേണ്ടിയിരുന്നത്. നസറേനായ യേശു അല്ല. അവൻ്റെ ഉള്ളം കലങ്ങിക്കാണും. ഇതെന്തൊരു വിധി എന്ന് അവൻ ഓർത്തു കാണും. തലകീഴായി നിൽക്കുന്ന ഭൂമിയെ അവൻ കണ്ടു കാണും. നീതിന്യായ വ്യവസ്ഥകളെ കീഴ്മേൽ മറിച്ച ആ ന്യായാധിപനെ അവൻ രൂക്ഷമായി നോക്കിക്കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് യേശുവിനെ പടയാളികൾ കൈയേറ്റു. ചെന്നായിക്കൂട്ടത്തിന് നടുവിൽ പെട്ടുപോയ കുഞ്ഞാട് പോലെ അവൻ അവരുടെ നടുവിൽ നിന്നു. കാട്ടുപോത്തിൻ കൊമ്പുകൾക്കിടയിൽപ്പെട്ട മനുഷ്യജീവിതം പോലെ, അലർന്ന സിംഹം പോലെ അവൻ്റെ നേരെ വായു പിളർന്നു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കാളപ്പോരിൽ പെട്ടുപോയ നിസ്സഹായനായ യുവാവിനെ പോലെ അവൻ അവരുടെ കുത്തേറ്റു. എല്ലാ ക്രൂര മൃഗങ്ങളുമായും അവിടുന്ന് മുഖാമുഖം നിൽക്കേണ്ടി വന്നു. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ഭീകരാനുഭവങ്ങളിലൂടെ നിമിഷങ്ങൾ കടന്നുപോയി. ദീർഘനാളുകളായി വിശ്രമത്തിലായിരുന്ന പടയാളികൾ തങ്ങളുടെ കൈകളിൽ അവൻ്റെ ശരീരത്തിന്മേൽ ചിത്രങ്ങൾ വരച്ചു. ചോരയിൽ മുക്കിയ ബ്രഷ് കൊണ്ട് വരച്ചതുപോലെ ആ ശരീരം ചുവന്നുപോയി. ആ ചിത്രങ്ങളിൽ നിന്ന് പെയിന്റ് ശരീരത്തിൽ ഒലിച്ചിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ആ കാഴ്ച കണ്ണു നിറയുന്ന ഭീകര ദൃശ്യം ആയിരുന്നു. യേശുവിന് ക്രൂശുമരണമാണ് പീലാത്തോസ് വിധിച്ചത്. എവിടെയോ ഒരുക്കി വെച്ചതുപോലെ പച്ചമരത്തിൻ്റെ ഒരു ക്രൂശ് പ്രത്യക്ഷപ്പെട്ടു. അതിനായി ഒരു വലിയ മരം വെട്ടേൽക്കേണ്ടി വന്നു. എത്ര വേഗത്തിലാണ് എതിരാളികൾ ക്രൂശ് തയ്യാറാക്കിയത്! നിഷ്കളങ്കരെ തൂക്കാൻ ക്രൂശ് ഒരുക്കി കാത്തു നിൽക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ കഴുകുമരം ഒരുക്കിയതുപോലെ ക്രൂശ് അപമാനത്തിൻ്റെ ചിഹ്നമാണ്. വെടിയേറ്റോ, വെട്ടിനുറുക്കിയോ, വിഷം കൊടുത്തോ, തൂക്കിക്കൊന്നോ ആളുകളെ കൊന്നാൽ ഇത്രയും ഭാരമില്ല. ഇഞ്ചിഞ്ചായുള്ള മരണമാണ് ക്രൂശു മരണം. ദിവസങ്ങളോളം മരണവുമായി മല്ലിട്ട് ഒടുവിൽ കീഴടങ്ങുകയാണ് മനുഷ്യൻ. കൈകാലുകളിലെ 4 ചെറിയ മുറിവുകളിലൂടെ രക്തം വാർന്നുള്ള മരണം. കഴുകനും മലങ്കാക്കകളും പരുന്തും ജീവനോടെ കൊത്തിപ്പറിച്ച് തിന്ന ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മരണം. മഞ്ഞും മഴയും ഏറ്റ്, വെയിലേറ്റ്, രാപ്പകലിൻ്റെ ഏകാന്തതയിൽ ദയനീയമായി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരിക്കുന്ന ദയനീയമായ മരണം, ഒരു നീച മരണം. അതിലേക്കാണ് യേശുവിന് വിധി വന്നിരിക്കുന്നത്. പട്ടിണി കിടന്നുള്ള ഒരു തുള്ളി വെള്ളം നാവിൻ തുമ്പിൽ പുരട്ടാൻ പോലും കിട്ടാതെ, രക്തസമ്മർദ്ദം കുറഞ്ഞ് ഹൃദയം നിലച്ച് സംഭവിക്കുന്ന മരണം, അതിനുള്ള വിധിയാണ് യേശുവിന് പീലാത്തോസ് വിധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശുമായിട്ട് കാൽവറിയിലേക്ക് പോകുമ്പോൾ, ഒരു ജാഥ കാൽവറിയിലേക്ക് കയറിപ്പോകുമ്പോൾ, വേറൊരു ജാഥ പീലാത്തോസിന്റെ അരമനയുടെ മുറ്റത്ത് നിന്ന് ആ പട്ടണത്തിലേക്ക് നടക്കുന്നെന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്നിനു മുൻപിലായി യേശു ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നു. മറ്റൊന്നിൻ്റെ മുൻപിൽ പീലാത്തോസിന്റെ ദയാവായ്പിൽ ലഭിച്ച ആ ബറബാസ് അവൻ്റെ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവന് ജയ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ. 2 വൈരുദ്ധ്യമായ ചിന്തകൾ ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ഞാനാണ് പാപത്തിൻ്റെ ശിക്ഷയായ മരണം സഹിച്ച് മരിച്ച് ആ ക്രൂശിൽ കിടന്ന് ദയനീയമായി അന്ത്യശ്വാസം വലിക്കേണ്ടിയിരുന്നത് ഞാനാണ്. എന്നെയാണ് സ്വതന്ത്രമാക്കിയത്. ബറബാസ് എന്ന എന്നെ, കുറ്റവാളിയായ എന്നെ, ദൈവനീതിയുടെ മുൻപാകെ പാപിയായിരുന്ന എന്നെ, ശിക്ഷായോഗ്യനായിരുന്ന എന്നെ എനിക്ക് പകരമായിട്ട് കർത്താവായ യേശു മരിച്ചിട്ട്
എന്നെ സ്വതന്ത്രമാക്കി തീർത്തിരിക്കുന്നു. ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് ദൈവത്തെങ്കിലേക്കുള്ള പ്രവേശനം എനിക്ക് അനുവദിച്ചത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ഓർമ്മയാണ് എന്നെ ഭരിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത്, എന്നെ സ്വാധീനിക്കുന്നത്. ഈ അറിവാണ്. എൻ പേർക്ക് യേശു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഭക്തൻ പാടിയതുപോലെ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഇന്ന് രാവിലെ അവനെ കാണുമ്പോൾ, അവനെ അയച്ച പിതാവിൻ്റെ സ്നേഹം കാണുമ്പോൾ, ഈ സത്യം വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നന്ദിയല്ലാതെ മറ്റൊന്നും അർപ്പിക്കുവാനായിട്ടില്ല. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ മുൻപാകെ, എനിക്ക് വേണ്ടി ജീവനെ വെച്ച് തന്ന കർത്താവിൻ്റെ മുൻപാകെ, ഈ സത്യം എൻ്റെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപാകെ സകല വിനയത്തോടും കൂടെ ഇന്ന് രാവിലെ എല്ലാ ആദരവോടും കൂടെ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാകുന്നു. അവിടുത്തേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കർത്ത ദിവസത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് നമ്മുടെ ദൈവ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രതികൂലമായ ഈ വലിയ കാലാവസ്ഥയിലും ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ, നമ്മായിരിക്കുന്ന സ്ഥാനങ്ങൾ ഇരുന്നുകൊണ്ട് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസനയിൽ പകരുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഇടയാക്കുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വേദഭാഗം ഇന്ന് ഈ സമയത്ത് വായിച്ച് കർത്താവിന് ഒരുമിച്ച് നമുക്ക് ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ആധാരമായി ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗങ്ങൾ. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ യഹോവയ്ക്ക് എന്ന ഒരു ചീട്ടും അസസ്സേലിന് എന്ന മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസ്സേലിന് ചീട്ട് വീണ കൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസ്സേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിന് ആ യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായം ആരംഭിക്കുന്നതിന് അഹ്റോന്റെ 2 പുത്രന്മാർ ദൈവസേനയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവരുടെ അവിവേക നിമിത്തം ദൈവസേനയിൽ അവർ അകാല ചരമം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന ആദ്യത്തെ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ദൈവസേനയിൽ അടുത്തു ചെല്ലുവാനായിട്ട് ആർക്കും പാടില്ല എന്ന് ദൈവം മോശ മുഖാന്തരം അവിടെ കൽപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മാത്രമല്ല പാപപരിഹാര ദിവസം ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമേ ആ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു ചെല്ലുവാനായിട്ട് പാടുള്ളൂ എന്നുള്ള വലിയ നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തി എന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഒരിക്കലും ദൈവസേന എടുത്തു വരുവാൻ
യോഗ്യതയുള്ളവരായിരുന്നില്ല നാം എന്ന ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമെന്നുള്ളത് ആ പ്രവേശനം നമ്മുടെ കർത്താവ് മുഖാന്തരം നമുക്ക് സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒരിക്കലും എടുക്കുവാൻ കഴിയാത്ത നമ്മെ യോഗ്യന്മാരാക്കി, അവൻ്റെ മക്കളാക്കി, പുരോഹിത വർഗമാക്കി. അതോർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. തുടർന്ന് വായിച്ച വേദഭാഗത്ത് 2 ആടുകളെക്കുറിച്ച് നമ്മുടെ വായിക്കുന്നുണ്ട്. 2 കോലാട്ടുകൊറ്റനെ ഹോമയാഗത്തിനായിട്ട് എടുക്കണം. എന്നിട്ട് അതിനെ ചീട്ടിട്ട് വേർതിരിക്കണം. ഒരു ചീട്ട് യഹോവയ്ക്കും മറ്റേ ഒരു ചീട്ട് അസസ്സലിനും എന്ന് പറഞ്ഞ് എഴുതി ചീട്ടിട്ട് അതിനെ വേർതിരിക്കണം. യഹോവയ്ക്ക് ചീട്ട് വീണ ആടിനെ അവിടെ തന്നെ ആ യാഗപീഠത്തിങ്കൽ യാഗം കഴിക്കണം. അസസ്സലിന് ചീട്ട് വീണ ആടിനെയോ വായിച്ചതുപോലെ അതിനുമേൽ കുറ്റം ചുമത്തി അതിനെ മരുഭൂമിയിൽ, അതിനെ ശൂന്യപ്രദേശത്ത് ചുമന്നുകൊണ്ടുപോയി അവിടെ മരുഭൂമിയിൽ അതിനെ വിടണമെന്ന് ദൈവം മോശയോട് കൽപ്പിക്കുകയുണ്ടായി. എന്തിനാണ് ഈ ആടിനെ തിരഞ്ഞെടുത്ത് അതിനെ യാഗം കഴിക്കേണ്ട ആവശ്യകതയും അവിടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മറ്റ് ആട്ടുകൊറ്റനെ നാം കാണുന്നുണ്ട്, കാളകളെ നാം കാണുന്നുണ്ട്. ഇവിടെ ഈ കോലാട്ടുകൊറ്റനെ നാം കാണുന്നത് പാപപരിഹാരത്തിനായിട്ട്, പ്രായശ്ചിത്തമായിട്ട് യാഗം കഴിക്കുവാനായിട്ടാണ് ദൈവം മോശയോട് കൽപ്പിച്ചത്. എന്ത് പ്രായശ്ചിത്തം അവർ ചെയ്യേണ്ടത്? ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തം, അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തം. ഒന്ന്, യഹോവയ്ക്ക് നറുക്കു വീണ ആടിനെ ആ ഹോമയാഗപീഠത്തിങ്കൽ അവിടെ അർപ്പിക്കണം. രണ്ടാമത്, ജീവനോടിരിക്കുന്ന ആടിനെ 21-ാം വാക്യത്തിൽ കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹ്റോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടു പോകണം. അതായിരുന്നു ദൈവം മോശ മുഖാന്തരം അവിടെ കൽപ്പിച്ചത്. അവിടെ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിഹാരമായി, അവർക്ക് പകരമായി തീരുന്ന 2 ആടുകൾ. ഈ രണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശമരണത്തെ നമ്മെ ഓർപ്പിക്കുന്നതാണ്. പകരമായി തീർന്ന നമ്മുടെ കർത്താവ്. നമുക്കറിയാം, അസസ്സലിന് എന്ന വാക്ക് ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ മറ്റൊരാളുടെ തെറ്റിനു വേണ്ടി കുറ്റം ചുമത്തപ്പെട്ട ആടെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ വായിക്കുന്നത്. മറ്റൊരാളുടെ പാപത്തിനു വേണ്ടി കുറ്റം ചുമത്തപ്പെട്ട് ഇവിടെ യാഗമായി ഒരാട് തീരുന്നു. മറ്റൊരാട് ആ കുറ്റം ചുമത്തപ്പെട്ട് മരുഭൂമിയിലേക്ക്, അതിനെ ശൂന്യപ്രദേശത്തേക്ക് ചുമന്നു കൊണ്ടുപോയി ആ മരുഭൂമിയിൽ അതിനെ വിടുന്നതായ കാഴ്ചയാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് രണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ ഓർപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. നാം റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ആ വാക്കിൻ്റെ അർത്ഥവും അത് ശരിയായിട്ടുള്ള അർത്ഥവും അങ്ങനെ തന്നെയാണ്. പകരമായി തീരുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് പകരമായി, എനിക്ക് പകരമായി തീർന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, എൻ്റെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട്, എൻ്റെ പാപരോഗങ്ങളെ വഹിച്ചുകൊണ്ട്, എൻ്റെ കുറ്റങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗങ്ങളിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യം, ആ കർത്താവിൽ വിശ്വസിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ്. നമ്മുടെ പാപരോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമുക്ക് പകരമായി തീർന്നു. നമ്മുടെ പാപത്തിന് പകരമായി തീർന്നു. നമ്മുടെ പാപത്തിന് ശിക്ഷാവിധിക്ക് അവൻ പകരമായി തീർന്നു. അവൻ അതൊക്കെയും ഏറ്റെടുത്ത് അതിൻ്റെ സമ്പൂർണ്ണ പൂർത്തീകരണം വരുത്തി അതിന്മേൽ ജയം നേടി ഇന്ന് രാജാതിരാജാവായി, കർത്താവായി, മഹാദൈവമായി
ഇന്ന് സ്വർഗാദി സ്വർഗങ്ങളിൽ നമ്മുടെ കർത്താവ് വാണരുളുന്നു. കൃപയാൽ അവൻ്റെ മക്കളായി തീരുവാൻ, അവൻ്റെ പുരോഹിത വർഗമായി തീരുവാൻ, അവൻ്റെ ജനമായി തീരുവാൻ കർത്താവ് നമ്മയും തിരഞ്ഞെടുത്ത് ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവനെ നമുക്ക് ആരാധിക്കുകയും ചെയ്യാം. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്നതോർത്ത് മുന്നമേ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ എബ്രായ ലേഖനം 4-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ 5-ാം വാക്യത്തിൽ എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് പിന്നെയും അരുളി ചെയ്യുന്നു. 6-ാം വാക്യം, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്താനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. ഈ ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടിടയാകുന്നത് ഇത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾ യാതൊരു വിശ്രമവും ഇല്ലാതെ മിസ്രൈമിൽ അടിമവേലയിലായിരുന്നു. ആ അവസ്ഥയിലായിരുന്ന അവരെ അവിടെ നിന്നും വീണ്ടെടുക്കുവാൻ വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ദൈവം അവരെ കനാനിൽ എത്തി സ്വസ്ഥത കൈവരിക്കണം എന്ന് കരുതി അവരെ ദൈവം അവിടെ നിന്നും വീണ്ടെടുക്കുന്നു. എന്നാൽ അനുസരണക്കേട് നിമിത്തം ആ സ്വസ്ഥത അവർക്ക് ലഭിക്കാതെ പോയി. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, മറ്റു ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും എന്ന് പറയുന്നു. ഈ ഭാഗം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയാകുന്നത്, പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയിരുന്ന നമ്മെ അവിടെ നിന്നും വീണ്ടെടുത്ത് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി ക്രിസ്തുവിൽ സ്വസ്ഥത കണ്ടെത്തണം എന്ന് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ചത് മുഖേന ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി വലിയവനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. പുത്രൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ യാഗമായി. അത് മുഖേന നമുക്ക് ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുന്നു. അതുമാത്രമല്ല, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ സ്വസ്ഥത കൈവരിക്കുന്നു. ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കേട്ട സദ്വർത്തമാനം എന്ന് പറയുന്നത് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇടയാകുന്നത്, നാം കേട്ട സദ്വർത്തമാനം എന്നത് സ്വർഗീയ കനാനിലെ ആത്മീയ സ്വസ്ഥതയെക്കുറിച്ചുള്ള സദ്വർത്തമാനമാണ്. ആ സദ്വർത്തമാനം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ സ്വസ്ഥത കൈവരിക്കുവാൻ, ആ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ആ സ്വസ്ഥത കൈവരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുമാത്രവുമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖേന നാം ഈ ലോകത്തിലും നിത്യതയിലും സ്വസ്ഥത അനുഭവിക്കുന്നു. ആ ഭാഗ്യം നമുക്ക് ലഭിച്ചതോർത്ത് അതിന് കാരണമായി തീർന്ന പുത്രൻ്റെ ക്രൂശുമരണവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ആ പുത്രൻ സഹിച്ച വ്യതകളെ ഓർത്തുകൊണ്ട്, ആ ക്രൂശുമരണത്തിലൂടെ നമുക്ക് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇസ്രായേൽ മക്കളെ പോലെ അവിശ്വാസികളായി തീരാതെ
പരീക്ഷകളിൽ തളർന്നു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിത ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ പ്രത്യാശയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ മേന്മയേറിയ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ നമ്മെ യോഗ്യരായി എണ്ണി നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഈ സമയം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പുത്രൻ കാൽവർ ക്രൂശിൽ കഷ്ടത അനുഭവിച്ചു, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കഷ്ടത അനുഭവിച്ചു. ആ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നത് മുഖേന നമുക്ക് ആ മേന്മയേറിയ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. ആ വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഈ സമയം, ഈ ആരാധന സമയം നമുക്ക് വലിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സ്വസ്ഥതയിലേക്ക് നമ്മെ പ്രവേശിപ്പാൻ വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മെ തിരഞ്ഞെടുത്തതോർത്ത് നമുക്ക് ഈ ആരാധന സമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നെ വിളിച്ചവൻ എന്നേക്കും വിശ്വസ്തൻ, താനന്ത്യത്തോളം എന്നെയും വീടാതെ സൂക്ഷിക്കും. താനന്ത്യത്തോളം എന്നെയും വീടാതെ സൂക്ഷിക്കും. നന്മ മാത്രമേ പൂർണ്ണ കൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. നന്മ മാത്രമേ പൂർണ്ണ കൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. परमेश्वर के नाम की स्तुति हो। इस सप्ताह के पहले दिन एक बार और हमारे जीवित परमेश्वर की आराधना और स्तुति करने का जो यस्सु अवसर हम सबको प्रदान किया गया है, परमेश्वर को धन्यवाद देते हैं और परमेश्वर के नाम को हम धन्य मानते हैं। आज सुबह के इस आराधना के संबंध में हम परमेश्वर के वचन से एक भाग पढ़ेंगे और मनन करेंगे। प्रकाशित वाक्य पहला अध्याय 4 से लेकर 7 तक की आयतों को पढ़ेंगे। प्रकाशित वाक्य पहला अध्याय 4 से लेकर 7 तक की आयतें। यूहन्ना की ओर से आसिया की 7 कलीसियाओं के नाम, उसकी ओर से जो है और जो था और जो आने वाला है, और उन 7 आत्माओं की ओर से जो उसके सिंहासन के सामने है, और यीशु मसीह की ओर से जो विश्वास योग्य साक्षी और मरे हुओं में से जी उठने वालों में पहला उठा और पृथ्वी के राजाओं का हाकिम है, तुम्हें अनुग्रह और शांति मिलती रहे। वह हमसे प्रेम रखता है और उसने अपने लहू के द्वारा हमें पापों से छुड़ाया है और हमें एक राज्य और अपने पिता परमेश्वर के लिए याजक भी बना दिया। उसी की महिमा और पराक्रम युगान युग रहे। आमीन। देखो, वह बादलों के साथ आने वाला है और हर एक आंख उसे देखेगी, वरन जिन्होंने उसे बेधा था वे भी उसे देखेंगे, और पृथ्वी के सारे कुल उसके कारण छाती पीटेंगे। आमीन। परमेश्वर का धन्यवाद हो। प्रभु यीशु मसीह के उस महानता के विषय में यूहन्ना यहाँ पर प्रकट कर रहा है। यूहन्ना के विषय में हम जानते हैं कि वह जब उस तड़ीपार के उस अवस्था में, जब वह पतमोस के उस द्वीप में था, तो प्रभु यीशु मसीह के उस दर्शन को वहाँ पर देखता है।
आने वाले भविष्य के विषय में वहाँ पर वह दर्शन को देखता है। परमेश्वर उसे आने वाली बातों को दिखाता है और उस बातों को जब वह लिख रहा है वहाँ पर वह उन कलीसियाओं को अभिवादन देते हुए इस पुस्तक के शुरुआत वह करता है। और यहाँ पर वो यीशु मसीह के विषय में 3 बातों को वह कहता है। विश्वास योग्य साक्षी, मरे हुओं में से जी उठने वालों में पहला उठा और पृथ्वी के राजाओं का हाकिम। प्रभु यीशु मसीह के जीवन के बारे में, उसके सामर्थ के बारे में और उसके अधिकार के बारे में हम यहाँ पढ़ते हैं। इसमें लिखी हुई सारी बातों को वर्णन करने का समय नहीं है, परंतु इस बात पर हम थोड़ा सा विचार करेंगे। प्रभु यीशु मसीह विश्वास योग्य साक्षी है और वह उसके पूरे जीवन काल को दर्शाता है। जब इस संसार में यीशु मसीह मनुष्य का रूप लेकर धारण कर आए थे, वह जो परमेश्वर का या अदृश्य परमेश्वर का प्रतिरूप है, वह जिसके द्वारा सब कुछ बनाया गया, चाहे वह पृथ्वी की हो या स्वर्ग की हो, सारी वस्तुएं उसी के द्वारा सृष्टि गई। वह अदृश्य परमेश्वर का प्रतिरूप और सारे सृष्टि का पहलौठा है। मेरे प्यारों, वह परमेश्वर ही इस संसार में मानव रूप धारण कर उतर आया और जब इस संसार में उतर आया तो उसके विषय में कहा गया है कि वह विश्वास योग्य साक्षी था या वह विश्वास योग्य साक्षी है। जिस प्रकार हम नीति वचन में पढ़ते हैं उसके 14वें अध्याय के 5वीं आयत में कि सच्चा साक्षी कभी झूठ नहीं बोलता, और यीशु मसीह के बारे में हम इसी बात को देखते हैं। 3रे अध्याय को जब हम पढ़ेंगे तो वहां पर यीशु मसीह के बारे में यह दर्शाया गया है कि वह विश्वास योग्य और सच्चा गवाह है। लौदीकिया के कलीसिया के लिए जो संदेश है 3रे अध्याय के 14वीं आयत में, विश्वास योग्य और सच्चा गवाह। तो यहां पर जो साक्षी शब्द या गवाह शब्द का जो इस्तेमाल किया गया है वो शहीद शब्द से मेल खाता है। वह ऐसा शहीद, ऐसा गवाह जो इस संसार में उतर आया, जो कभी झूठ नहीं बोल सकता। स्वर्ग ने उसके बारे में यह गवाही दी। पिता परमेश्वर इस बात को कहता है कि यह मेरा प्रिय पुत्र है, इससे मैं प्रसन्न हूं। संसार के लोगों ने उसके विषय में यह गवाही दी कि उसमें कोई पाप नहीं था, जिसने पाप नहीं किया, जिसने पाप नहीं जाना, और वह यीशु मसीह, उसके जीवन को हम देखते जो निष्कलंक निर्दोष परमेश्वर का मेमना। दूसरी बात, मरे हुओं में से जी उठने वालों में पहलौठा। हम परमेश्वर उसकी सामर्थ को देखते हैं। वह परमेश्वर जो मरे हुओं को जिलाता है। यीशु मसीह जब इस संसार में थे उन्होंने मृतकों को जिलाया ही नहीं परंतु खुद प्रभु यीशु मसीह मरे हुओं में से जी उठे। यीशु मसीह की सामर्थ को हम देखते हैं। कुलुस्सियों की पत्री 1 अध्याय और उसके 18वीं आयत में भी हम उसी विचार को देखते हैं और वहां पर भी हम इन्हीं शब्दों को पढ़ते हैं, मरे हुओं में से जी उठने वालों में पहलौठा। वह परमेश्वर की सामर्थ को दर्शाता है। हम जिस परमेश्वर की आराधना करते हैं वो विश्वास योग्य गवाह है, विश्वास योग्य साक्षी है। उतना ही नहीं, वही सामर्थी परमेश्वर है। ऐसा सामर्थी परमेश्वर जिसके सामने सारे सामर्थ खत्म हो जाते हैं, जिसके सामने सारे सामर्थ झुक जाते हैं। रोम साम्राज्य की मुहर भी यीशु मसीह के कब्र को बंद न रख सकी, उसे तोड़कर वो बाहर आया। तीसरी बात, वह पृथ्वी के राजाओं का हाकिम, उसके अधिकार को देखते हैं। वह यीशु मसीह जो राजाओं का राजा और प्रभुओं का प्रभु, सारी बातों पर प्रधान ठहरने वाला, उसके बारे में हम कुलुस्सियों की पत्री 1 अध्याय के 18वीं आयत में हम यही पढ़ते हैं कि सब बातों में वही प्रधान ठहरे। मेरे प्यारों, सारा अधिकार यीशु मसीह का है और उसने क्या किया? यह विश्वास योग्य साक्षी, यह जी उठने वालों में पहलौठा, यह राजाओं का हाकिम, उसने अपना प्राण हमारे लिए दे दिया। जो हमसे प्रेम रखता है उसने प्रेम किया, वह प्रेम रखता है और वो प्रेम करता रहेगा। और उस प्रेम ने उस प्राण को देने के लिए तैयार हो गया। जहां पर हम पाप से छुड़ाए जाए, उतना ही नहीं, हम याजक पद
को प्राप्त करें, जहां पर हम उसको ये आराधना करने के लिए योग्य ठहराए गए। मेरे प्यारों, आज सुबह हम उस जी उठे हुए प्रभु की स्तुति और तारीफ करें जिसने इस काम को किया, जो बहुत ही जल्दी आने वाला है और हमें अपने साथ ले जाने वाला है और हमें उस बादशाहत में हमेशा खड़ा करेगा। वह जिसका जीवन निर्दोष जीवन है, वह जिसकी सामर्थ्य अतुल्य सामर्थ्य है और जिसका अधिकार सारे अधिकारों से परे हैं। हम उसकी आराधना करें, उसके नाम की स्तुति और तारीफ करें, उसके नाम को हम ऊंचा उठाएं, क्योंकि वही महान है। परमेश्वर के बड़े नाम की स्तुति हो। दुनिया के खतरों में छोड़